പ്രകാശം എല്ലാം കണ്ട ആൾക്കാരെല്ലാം കണ്ടതല്ലയോ. ചേച്ചിമാർക്ക് രണ്ടുപേർക്കും കാഴ്ചയില്ല, മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എപ്പോഴും സങ്കടമാണ്. എല്ലാവരും അവിടെ ഇവിടെ എല്ലാം പോകുമ്പം നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ പെട്ടിരിക്കുമല്ലയോ. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് 9ാം ക്ലാസ് വരെ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കായിട്ട് ഈ ചേച്ചിമാരുടെ കാഴ്ചകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇവർക്ക് രണ്ടുപേർക്കും കാഴ്ച ശക്തിയില്ല. അമ്മ അച്ഛൻ പ്രായമായവരാണ്. അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ ഈ ഒരു ജീവിത കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള പ്രേക്ഷകരാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. ഞാൻ പോകുമ്പം ഒരാളുടെ ഒരു വിഷയം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പം അവരെ ഇരുകൈകളും നീട്ടി സഹായിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ, അല്ലേ ചേച്ചിമാരെ, ഒരുപാട് സഹായിച്ചു. അതുകൊണ്ടൊരു ചെറിയ സാമ്പത്തിക സഹായം ഇവർക്ക് കിട്ടുകയുണ്ടായി. ഇനിയും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലേ, കാരണം ഇവർക്ക് മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഈ ഒരു വീട്ടിൽ ആണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു വീട് കാണുമ്പം അത്യാവശ്യം ഒരു വീടുണ്ടെങ്കിൽ അവരുടെ ജീവിതം അടിപൊളിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവർക്ക് ഒരു വീടെന്ന് പറയുമ്പം ലൈഫിൻ്റെ പദ്ധതി പ്രകാരം കിട്ടിയ ഒരു വീടാണ്. ആ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ശരിക്കും ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമേ ഉള്ളവർക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഇവർക്ക് എല്ലാം ഉണ്ട്, ഇവരെ സഹായിക്കേണ്ടെന്ന് തോന്നും. പക്ഷേ ഇവരുടെ ജീവിതത്തിലെ ഇവരുടെ ബുദ്ധിമുട്ടുകളൊന്ന് ചോദിച്ച് അല്പനേരം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇവർക്കൊരു വീടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പം ചേച്ചിമാർക്ക് രണ്ടുപേർക്കും കാഴ്ചയില്ല, മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. സോപ്പ് പൊടി, അതുപോലെ ലോഷൻ, അതൊക്കെ നിർമ്മിച്ചിട്ടാണ് ചെറിയ വരുമാനമാണ് ഉള്ളത്. ഒപ്പം ഈ വീഡിയോയിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ ഒരു കാര്യം എന്ന് പറയുമ്പം കളേഴ്സ് ഫാമിലിയുടെ ഒരു പ്രോഗ്രാം ക്രിസ്മസ് അതിനോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി. ഞാൻ മറ്റ് പല തിരക്കുകൾ കാരണം എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ നല്ല പ്രവർത്തകരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം അവർ ഈ ഒരു ഫാമിലിയെക്കുറിച്ച് അറിയുകയും ഇവിടുത്തെ ഈ ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ പലരുടെയൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ വന്നു, അല്ലേ? കേക്ക് കട്ട് ചെയ്ച്ച് ഞങ്ങൾക്ക് പിടിപ്പിച്ച് കേക്ക് കട്ട് ചെയ്ച്ച് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് ക്രിസ്മസിന് കേക്ക്, എന്നിട്ടൊരു വലിയ ഒരു ഭക്ഷണ കിറ്റും അരിയും സാധനങ്ങളും ഒക്കെ എല്ലാ സാധനവും കൊണ്ടുതന്നു. അതിന്റെ പ്രവർത്തകരോട് ഒരുപാട് സ്നേഹവും പ്രാർത്ഥനയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഒപ്പം ഞാൻ പോകുമ്പം എൻ്റെ ഒപ്പം ചേർത്ത് നിർത്തുന്ന അതുപോലുള്ള നല്ല പ്രവർത്തകരോട് ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ്. സിദ്ദിഖ് മംഗലശ്ശേരി, അല്ലേ, കരുനാപ്പള്ളി സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ആ ഒരു കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ജന്മല കാഴ്ച ഉള്ളതായിരുന്നു എനിക്ക്. അപ്പം ക്യാമ്പ് വഴി കൊണ്ടുപോയായിരുന്നു. ഒരു കണ്ണ് കാണുന്നതായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു മറ്റേ കണ്ണിലെ കാഴ്ച പോകും, അപ്പോൾ ഇതൊന്ന് ഓപ്പറേഷൻ ചെയ്യിക്കാന്ന് പറഞ്ഞ് ചെയ്യിച്ചാൽ എനിക്ക് മൊത്തത്തിൽ അങ്ങ് പോയതങ്ങ്. പ്രകാശം നമ്മൾ കണ്ടതാണ്. പ്രകാശം എല്ലാം കണ്ട ആൾക്കാരെല്ലാം കണ്ടതല്ലയോ, എല്ലായിടും പോയി നിന്ന്. ഇപ്പൊ എല്ലാരെയും കണ്ടിട്ട് നമുക്ക് കാഴ്ചയില്ലാതെ ആയി, അല്ലേ? അപ്പൊ എപ്പോഴും സങ്കടമാണ്. എല്ലാരും അവിടെ ഇവിടെ എല്ലാം പോകുമ്പം നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ പെട്ടിരിക്കുമല്ലയോ, എങ്ങും പോകാൻ പറ്റത്തില്ല, കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. അതൊക്കെ മാറും. സങ്കടമാണ്. അപ്പം സിദ്ദിഖ് മംഗലപ്പള്ളിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറ്, മംഗലശ്ശേരിയിൽ എന്ന് പറഞ്ഞ സാറ് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞു. ഒരു മദറാണ്. ആ മദർ പിന്നെ നമ്മുടെ തലയെ കൈവെക്കുമ്പോൾ ജന്മനാ കാഴ്ച കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒത്തിരി ആഗ്രഹമുണ്ട്, രണ്ടുപേർക്കും ആഗ്രഹമാണ്. അപ്പൊ അതില് മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന സഹായിച്ച ഒരുപാട് മനസ്സുകളുണ്ട്. ഞങ്ങൾക്ക് വീട് പണ്ട് മാതാമൃതാനന്ദമായി വെച്ച് തന്ന ഒരു വീടായിരുന്നു. അത് ഈ കഴിഞ്ഞ പ്രളയ സമയത്ത് അതിന്റെ കുറേ ഭാഗം മണ്ടെല്ലാം അങ്ങ് അടർന്നു വീണായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി കിടക്കാൻ. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ലൈഫിന്റെ ഒരു വീട് കിട്ടി. അപ്പോൾ വീട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഈ വീട് പൂർത്തിയാക്കാൻ, ഞങ്ങൾ വാടകയ്ക്ക് ആ സമയത്ത് താമസിച്ച്, വീട് പൂർത്തിയാക്കാൻ ഞങ്ങളുടെ കയ്യിൽ അന്ന് പൈസ ഇല്ല. പിന്നെ ഞങ്ങൾ ലോൺ എടുക്കേണ്ടി വന്നു. ലോൺ എടുത്ത് പിന്നെ കുറച്ച് അല്ലാതെ ആൾക്കാരൊക്കെ സഹായിച്ചു ഞങ്ങളെ. രണ്ടുപേർക്കും വിദ്യാഭ്യാസം എന്തുമാത്രം ഉണ്ട്? ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് 9ാം ക്ലാസ് വരെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആങ്ങള ഉണ്ടായിരുന്നല്ലോ, ആങ്ങളെ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില്. പിന്നെ അമ്മയുണ്ടല്ലേ? അമ്മയും അച്ഛനും ഉണ്ട്. ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? ഭക്ഷണത്തിന് ഇപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ
കുറേ നല്ല ആൾക്കാർ കാര്യം വന്നു സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ആ തന്ന അതുകൊണ്ട് ഭക്ഷണത്തിന് മുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ടല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആഹാരത്തിനും ഈ സാധനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പെൻഷനൊക്കെ കിട്ടുന്നതൊക്കെ ഒത്തിരിയും താമസിച്ചൊക്കെ അല്ലേ. 4 മാസം കഴിഞ്ഞിപ്പോൾ പെൻഷൻ കിട്ടിയിട്ട് ഇപ്പോൾ ഈയോടെ 1 മാസത്തെ പെൻഷനാണ് കൊണ്ട് തന്നത്. അപ്പം ഈ വീടെന്ന് പറയുന്നത് ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ വീടാണോ അതോ മാതാമൃതാനന്ദമയുടെ? അല്ല, അത് നേരത്തെ നിന്ന് അതങ്ങ് പോയായിരുന്നു. വർഷങ്ങളായ വീടല്ലയോ അത്, പൊളിഞ്ഞ് അങ്ങനെ പിന്നെ ലൈഫിന്റെ വീട് കിട്ടിയത്. ചേച്ചിമാർക്ക് ഇനി എന്താണ് ഒരു ആഗ്രഹം ഈ വീഡിയോയിൽ കാണുന്നവരോട് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹായം ഉണ്ടായാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഞങ്ങൾക്ക് വയ്യാതെ വന്നാലും സഹായിക്കാൻ ആരുമില്ല അല്ലേ? ഞങ്ങളെ ആശുപത്രിയിൽ അച്ഛനും അമ്മയ്ക്കും വയ്യാതെ വന്നാൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊരു മാർഗമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. എന്തായാലും ചേച്ചി, നമ്മുടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നു, ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലും ഇനിയും മാറ്റം ഉണ്ടാവും. നിങ്ങളെക്കുറിച്ചിട്ട് ഈ നാട്ടിലുള്ള ഒരുപാട് പേര് അറിഞ്ഞു. അവർ കുറച്ച് പേരൊക്കെ ഇപ്പോൾ സഹായം ചെയ്തു. ഇനിയും ഒരുപാട് പേര് സഹായിക്കും. അപ്പം ചേച്ചിമാരുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് അത് അക്കൗണ്ടിൽ തന്നെ ഇരിക്കട്ടെ. കുറച്ച് കാശൊക്കെ എടുത്തിട്ട് കടമൊക്കെ തീർത്തു അല്ലേ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പോകുമ്പം അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ക്യാഷ് തീർച്ചയായിട്ടും അവർക്ക് അർഹമായിട്ട് അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് വരാം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും. ഈ ചേച്ചിമാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ, അന്ന് തന്ന അക്കൗണ്ട് ഡീറ്റെയിൽ ആരുടെ ആയിരുന്നു? ആ ചേച്ചിയുടെ ആയിരുന്നു. ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. പ്രിയമുള്ള നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം. എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടിരിക്കുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് നല്ലോണം ഉള്ളതാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടുപോകുന്നത് ഇവർ രണ്ടുപേരും കൂടാണ് കേട്ടോ. ഇവർക്ക് കാഴ്ചയില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. അപ്പോൾ എല്ലാവരും ഇവരെ സഹായിക്കുക. നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം. ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ, കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ഓച്ചിറ കൊറ്റംപള്ളി എന്ന് പറയുന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ ചേച്ചിമാരെ?